പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നീ കടമയൊക്കെ നിർവഹിച്ചു തുടങ്ങിയില്ലേ? എന്ത് കടമയാണാവോ ഇന്ന് ചെയ്തത്? ഞാൻ മെമ്പർ ആയപ്പോ മുതല് എന്റെ കടമകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതി എനിക്കില്ല. പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് സുമിത്രയും അവളുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് നാള് കുറച്ചായി. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ. പ്രഭാകരന്റെ കള്ളുകൂടി ഒരു വശത്ത്, സുമിത്രയ്ക്കാണെങ്കിലോ പ്രഭാകരന്റെ അമ്മയെ പറ്റിയുള്ള പരാതി. പ്രഭാകരൻ 1-2 വട്ടം പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. 1-2 വട്ടം ഞാൻ സുമിത്രയോട് സംസാരിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് അവള് തീർത്തു പറഞ്ഞു. പ്രഭാകരനാണെങ്കിലോ ഡിവോഴ്സിന് തയ്യാറുമല്ല. അപ്പൊ ഈ പ്രശ്നമാണ് നീ ഇന്ന് പരിഹരിച്ചത്? അതെ. എന്തായിരുന്നു പരിഹാരം? ഇന്നലെ ഞാൻ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ചു. രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ഈ സ്വഭാവം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതോടെ ഞാൻ എന്റെ അവസാന തടവ് പുറത്തെടുത്തു. എന്താണ് അവസാന തടവ്? ഒഴിക്കടകനാണ്? അല്ല, ഊഴിക്കടകനേക്കാളും വലിയ അടവ്. ഈ സുമിത്രയെ പ്രഭാകരൻ പലവട്ടം തല്ലിയിട്ടുണ്ട്. ഇത് വച്ചിട്ട് സുമിത്രയോട് പോലീസിൽ പരാതിപ്പെടാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ സുമിത്ര പോലീസിൽ പരാതിപ്പെട്ട പ്രഭാകരന്റെ അകത്ത് പോകുന്ന അയാൾക്ക് ഉറപ്പായി. അതോടെ അയാൾ ഡിവോഴ്സിന് സമ്മതിച്ചു. എന്താ നോക്കുന്നേ? കൊള്ളാം. ഇതാണോ പ്രശ്നം പരിഹരിച്ചത്? എന്താ പ്രശ്നം പരിഹരിച്ചില്ലേ? പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ അവരെ ഒരുമിപ്പിച്ച് ജീവിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഡിവോഴ്സ് എങ്ങനെയാണ് പ്രശ്നപരിഹാരം ആവുന്നത്? ഡിവോഴ്സ് ഒരു പരിഹാരമായതുകൊണ്ടാണല്ലോ നിയമം ഉള്ളത്. കൊള്ളാം. ഇങ്ങനെ പരിഹാരം കണ്ടുപിടിക്കാനേ ഏത് കഴുതയെ കൊണ്ടും പറ്റും. ഒരുമിച്ച് ജീവിക്കുന്നവരെ പിരിച്ചിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി പോലും. ഒത്തുപോകാൻ പറ്റാത്ത രണ്ടുപേര് ആർക്ക് വേണ്ടിയാ സത്യേട്ടാ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? കളഞ്ഞേക്കണം. ഓ, അത് ശരി. അപ്പൊ ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അങ്ങ് ഡൈവേഴ്സ് ചെയ്യോ? എന്താ സംശയം? കുറച്ചു നാളെ ഞാൻ നോക്കും. സത്യേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് ഞാനങ്ങ് പോവും. കൊള്ളാം. നിന്റെ ഓഫീസിലെ ഒരു സ്ത്രീക്ക് ഒരു കുടുംബ പ്രശ്നം ഉണ്ടായപ്പോൾ നീ ഇടപെട്ട് അവർ രണ്ടുപേരും തമ്മിൽ അങ്ങ് പിരിച്ചു അല്ലേ? എന്നാൽ എൻ്റെ സ്റ്റേഷനിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? എന്താ ചെയ്തേ? ഈ നമ്മുടെ സ്വർണ്ണലതയും കനകാമ്പരും തമ്മിൽ പിണക്കവും വഴക്കവും ഒക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എല്ലാ ദിവസവും വീട്ടിൽ ചെന്നിട്ട് വഴക്കൂടും. രാവിലെ സ്റ്റേഷനിൽ വരും, എന്നോട് പരാതി പറയും. ഞാൻ തന്ത്രപരമായിട്ട് ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കും. അതുകൊണ്ട് എന്താ, ഇന്നും അവർ തമ്മിലും ഭയങ്കര സ്നേഹത്തോട് തന്നെ ജീവിച്ചു പോവുക. ഇന്നലെ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞ ശേഷം സ്വർണ്ണ അത് പറഞ്ഞത് കേട്ടിട്ടെ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആർച്ചേ. പക്ഷെ ആർച്ച, നീ ഒരു കാര്യം ഓർത്തോ, നീ കാരണം ഇപ്പൊ പിരിച്ച പ്രഭാകരനും സുമിത്ര ഉണ്ടല്ലോ, കുറച്ചു നാൾ കഴിയുമ്പോൾ അവർക്ക് തോന്നും ഈ ചെയ്തത് തെറ്റായി പോയിന്ന്. അന്ന് രണ്ടുപേരും കൂടി ഒരു വരവ് വരും. വന്നിട്ടുണ്ടല്ലോ, നിന്റെ കരണക്കുറ്റി നോക്കി ആടിച്ച് നിന്റെ പല്ല് താഴെ ഇടും. അപ്പോഴേ നീ പഠിക്കും. ആ ആർച്ചേ, നീ എന്താണ് പുച്ഛിച്ചിട്ട് പോയത്? അതെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. നീ ഇപ്പൊ ചെയ്ത എന്താ നേരെ തിരിച്ചാ. എലിയെ പിടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സത്യേട്ടാ, ഓരോ പ്രശ്നത്തിനും ഓരോ പരിഹാരമാണ്, അല്ലാതെ എല്ലാ പ്രശ്നത്തിനും കൂടെ ഒറ്റ പരിഹാരമല്ല. എന്തൊക്കെയായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇപ്പൊ ഒരു കുടുംബത്തെ തകർക്കുകയാണ് നീ ചെയ്തത്. പക്ഷെ ഞാൻ ചെയ്തതോ, തകരാൻ പോയി ഒരു കുടുംബത്തെ ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് എന്നോട് ഇത്ര ബഹുമാനവും സ്നേഹവും ഒക്കെ. നാട്ടുകാർക്ക് മുഴുവനോ? ഇതെനിക്കൊരു പുതിയ അറിവാണല്ലോ. നീ നാട്ടിലിറങ്ങി ആരോട് വേണേലും ചോദിച്ചു നോക്ക്. നമുക്ക് ചോദിച്ചാലോ? ചോദിച്ചോ? ആ, പക്ഷെ ഒരു കാര്യം, അപ്പുറത്തെ വീട്ടിലെ മൃഗം ഉണ്ടല്ലോ, അവനോട് ചോദിക്കണ്ട. പെണ്ണുങ്ങളെ എന്ത് പറഞ്ഞാലും വെള്ളം തൊടാതെ വിഴുങ്ങുന്നൊരു വായി നോക്കി അവൻ. ശരി, നമുക്ക് ഡോക്ടർ ഒഴിവാക്കാം. വേറെ ആരോടാ ചോദിക്കേണ്ടത്? വേറെ ആരോട് വേണേലും ചോദിച്ചോ. ആരോ വന്നിട്ടുണ്ട്, അത് ആരായാലും ആദ്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാറേ, ഞാൻ വന്നതേ പവിത്രം വന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി തരണം. എന്നാ സാറേ? പവിത്രന് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം?
അല്ല സാർ എന്നാ ഉദ്ദേശിച്ചെന്നുള്ള ആ ചോദ്യത്തിന്റെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലായില്ല. അതായത് നമുക്കിപ്പോ ഓരോ ആൾക്കാരെ പറ്റി ഒരു ധാരണ കാണുമല്ലോ. അതെ. ഇപ്പോ ഉദാഹരണത്തിന് ഈ നിൽക്കുന്ന ആർച്ചയെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇവളൊരു വലിയ അഹങ്കാരിയാണ്. ഇനി അതുപോലെ അപ്പുറത്തെ മൃഗമില്ലേ, മൃഗത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അവനൊരു ഭൂലോക വായി നോക്കിയാണെന്ന്. അതുപോലെ പവിത്രന് എന്നെ കുറിച്ചൊരു അഭിപ്രായം കാണുമല്ലോ, അതെന്താണെന്ന് പറയും. അതിപ്പോ അങ്ങനെ ചോദിച്ചാ പവിത്ര, സത്യം മാത്രമേ പറയാവൂ. പോലീസുകാരനാണ് വല്ലത് ചെയ്തു കളയൂ എന്ന് കരുതി കള്ളം പറയാൻ നിൽക്കരുത്. അതിനപ്പോ അവൻ കള്ളം പറയണേ? നീ പറ പവിത്ര. നിർബന്ധമാണോ? നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ സാറിനെ കാണാൻ സുന്ദരനല്ലേ? പോരാഞ്ഞിട്ട് നല്ല പൊക്കവും ഒത്ത വണ്ണും, പിന്നെ യൂണിഫോമിന് ഇങ്ങോട്ട് വന്ന മമ്മൂട്ടിയുടെ ലുക്കല്ലേ? അതല്ല ചോദിച്ചത്, പിന്നെ സത്യപാലൻ എന്ന വ്യക്തിയെ പറ്റിയുള്ള അഭിപ്രായമാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ സാറൊരു എസ് ഐ അല്ലേ, നല്ലൊരു പോലീസുകാരൻ, പിന്നെ കുടിക്കില്ല, വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല, ഏറ്റവും പ്രധാനം സ്ത്രീകളുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഇടപാടുകളും സാറിനില്ല. പോരാ, സത്യന്റെ സ്വഭാവത്തെ പറ്റി പറയും. സ്വഭാവത്തിന് എന്നാ കുഴപ്പം? ഭാര്യയോട് മാന്യമായി പെരുമാറുന്ന ആളാണോ സത്യേട്ടൻ? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാവുന്ന? അത് ഭാര്യയായ മെമ്പർ അല്ലേ പറയേണ്ടത്. പവിത്രം പറ, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവിനെ യോഗ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? അതിപ്പോ സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ സംശയിക്കില്ലല്ലോ. അപ്പൊ സംശയം ഉണ്ടെന്ന് ഉറപ്പായി. ഇനി ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ആളാണ് സത്യൻ എന്ന് പവിത്രന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോന്നോ? ആ കാര്യത്തിൽ സാറ് പുലിയല്ലേ? ഒരു ഉദാഹരണം പറ. പറഞ്ഞു കൊടുക്കൂ പവിത്ര. ബാഹുലയൻ മുതലാളിയുടെ വീടിന്റെ മതില് പണി നടക്കുന്ന സമയം ബാഹുലയൻ മതില് പണിയുമെന്ന്, മതില് പണിതാൽ പൊളിച്ചു കളയുമെന്ന് കുര്യാക്കോസ്. നാട്ടുകാർ രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞു. എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥ. ഈ സമയത്ത് സാർ എന്തു ചെയ്യുമെന്നുള്ള ആകാംക്ഷയിൽ നാട്ടുകാർ മുഴുവൻ കാത്തിരിക്കുന്നു. എന്നിട്ട് ആ സമയത്ത് സാർ എടുത്ത ബുദ്ധിപരമായ ഒരു നീക്കം ഭയങ്കര സംഭവമല്ലായിരുന്നു? സാറിന് വയറ്റിളക്കമാണെന്ന് പറഞ്ഞു ഒരാഴ്ച ലീവ് എടുത്തത്. മതില് പണിയുന്നോടത്ത് സൂപ്പർ അടി. അത് പിടിച്ചു മാറ്റാൻ ചെന്ന പോലീസുകാരെ എല്ലാം ഇടിച്ച് ആശുപത്രിയിലാക്കി. പിന്നെ കേസ് കോടതി ചെന്ന് കോടതി മതില് പണി സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം സാറ് സ്റ്റേഷനിലും എത്തി. കൊള്ളാം. ഇങ്ങനെയുള്ള സത്യേട്ടനാണ് സ്വർണ്ണലതയുടെയും കനകാംബരന്റെയും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്. അതെ, മതില് പണി പോലെ അല്ല കുടുംബ പ്രശ്നം. ഈ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എനിക്കൊരു പ്രത്യേക കഴിവുണ്ട് പവിത്ര. എങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് തന്നെ അങ്ങ് പരിഹരിക്കാൻ മേലായിരുന്നു. അത് പരിഹരിച്ചിരുന്നുണ്ടെങ്കിൽ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു.